ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് റവ, അര കപ്പ് തേങ്ങ, നെയ്യ്, ഏലക്കാപ്പൊടി, പാല് നല്ലതുപോലെ തിളപ്പിച്ചാറിയതാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കാഷ്യൂവും കിസ്മിസും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കാഷ്യൂവും കിസ്മിസും മാത്രമല്ല, നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബദാമിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബദാം എടുക്കാം, ഇല്ലെങ്കിൽ പീനട്ട്സ് കപ്പലണ്ടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും എടുക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ റവ ലഡു ഉണ്ടാക്കുമ്പം ഇച്ചിരി പീനട്ട്സ് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടുതലൊന്നും ഇടണമെന്നില്ല, കുറച്ചാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ കിസ്മിസ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ആ കാഷ്യും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് റവയും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളുമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ നമുക്ക് മധുരം കഴിക്കണമെങ്കിൽ നമുക്കിത് റവ ലഡു ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്കത് കുറച്ച് ദിവസം വേണേലും വെളിയിൽ വെച്ചിട്ടാണേലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഫെസ്റ്റിവൽ സീസൺ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു കപ്പ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ വേണ്ടെങ്കിൽ ഒരു അര കപ്പ് റവ എടുത്താൽ മതി. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റവ ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നെയ്യിലിട്ട് നല്ലതുപോലെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് അര കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയുടെ അരമുറി മുഴുവനും ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒരു 4-5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നമുക്കിതിലിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എപ്പോഴും റവ ലഡു ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കഴിക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 ടീസ്പൂൺ മധുരമേ ചേർക്കാറുള്ളൂ. അന്നേരം നമുക്ക് മടുത്തു പോകത്തുമില്ല, കൂടുതൽ കഴിക്കാനും തോന്നും. നമ്മളിതിനകത്ത് നട്ട്സൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും റവ ലഡു ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരം കുറച്ചിടുക. ഇനി ഞാനിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. അത് മുഴുവനും കൂടി ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ പാലും കൂടി ചേർത്ത് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഈ റവ നല്ലതുപോലെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിനൊരു പച്ച ചുവയുണ്ടാകും. നല്ല ടേസ്റ്റിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഈ ബാക്കിയുള്ള പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് മതിയായില്ലായിരുന്നു, ഞാൻ കുറച്ച് കൂടുതൽ റവ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കത്തില്ല, പാലാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെയുള്ള റവയ്ക്കകത്ത് നമ്മൾ പാല് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് റവ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇളക്കിയെടുക്കാനൊക്കെ പ്രയാസമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് അടിയിൽ പിടിക്കും, അതുകൊണ്ട് തന്നെ അടി കൂട്ടി നല്ലതുപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഈ റവ നല്ലതുപോലെ വേവുന്നിടം വരെ ഇളക്കി കൊടുക്കണം. റവ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആ കാഷ്യൂവും കിസ്മിസും എല്ലാം കൂടി ഇട്ട് അതും കൂടി നമുക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ട് നമുക്ക് റവ ചെറുതായിട്ട് ഉരുട്ടി എടുക്കാം. ചെറിയ ചെറിയ ബോളുകളായിട്ട് ആ റവയിൽ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തായിരുന്നു. എൻ്റെ ആ വീഡിയോ മിസ്സായിപ്പോയതാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് കുറച്ച് കൂടുതൽ മധുരം ചേർക്കാവുന്നതാണ്. മധുരം കുറച്ച് മതി, കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് നട്ട്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് മധുരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 ലഡു കഴിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.